ഹായ്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മളൊക്കെ ആചരിക്കുന്നത്. ഈ വാരം കേരളത്തിലെ വായനാ വരവുമാണ്. കേവലം 16-ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിൽ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ചെറിയ കൊച്ചു ലൈബ്രറി തുടങ്ങിക്കൊണ്ടാണ് സത്യത്തിൽ പി എൻ പണിക്കർ സാറിൻ്റെ ഈ ഒരു ഫീൽഡിലേക്കുള്ള വരവ്. കേവലം 20 വർഷം കഴിയുമ്പോൾ ഏകദേശം 45 ലൈബ്രറികൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാക്കിയിട്ട് അതിന് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലത്തുള്ള ഫോക്കസ് എത്രമാത്രമായിരിക്കണമെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നീടത് കേരള രൂപീകരണത്തിന് ശേഷം ഏകദേശം 6000 ലൈബ്രറികൾ ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറി കൗൺസിലായിട്ട് മാറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിലുള്ള ഒരു ബാക്കപ്പ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പരിധിവരെ നമ്മളൊക്കെ തന്നെ വായിച്ച് വളർന്നിരിക്കുന്നത് ലൈബ്രറികളിലാണ്. ഞാൻ ഒക്കെ പണ്ട് കണ്ണൂരുള്ള സമയത്ത് മഹാത്മാ മന്ദിരം അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ലൈബ്രറിയൊക്കെയാണ് നമ്മൾ ഒരുപാട് ഈ വായന ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചുള്ളത്. പിന്നീട് ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. പക്ഷേ എയർഫോഴ്സ് എന്ന് പറയുന്നത് വായനയുടെ ഒരു വലിയൊരു വാതായനം തന്നെ സത്യത്തിൽ തുറന്നിടുക ചെയ്ത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അന്നാണ് നമ്മൾ ഈ ഹിന്ദു പത്രമൊക്കെ ഒരുപാട് താല്പര്യത്തോട് കൂടിയിട്ട് വായിച്ചു തുടങ്ങിയത്. പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് നോവലുകളായിട്ടും മറ്റുള്ളതായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് വായിച്ചു. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കണ്ടുവരുന്നത്. നേരത്തെയൊക്കെ ഇടക്കാലത്ത് അതിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം വായനയിലേക്കുള്ള ആ ഒരു രീതി തന്നെ സത്യത്തിൽ മാറിപ്പോയി എന്ന് പറയേണ്ടി വരും. അത് കുറച്ച് ഫാസ്റ്റായിട്ട് വായിക്കാനും അതുപോലെ വീഡിയോ ആയിട്ട് കാണാനും ഓഡിയോ ആയിട്ട് കേൾക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് അത് മാറി. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് വല്ല പൂമ്പാറ്റയോ ബാലരമയോ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുസ്തകം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം സത്യത്തിൽ അന്ന് നിലവിലില്ലായിരുന്നു. ഒരുപാട് നമ്മളെയൊക്കെ ഈ ലൈബ്രറികൾ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ കാലത്ത് ഈ ചെറിയൊരു മാറ്റം സംഭവിച്ചു. അതായത് വായനയിൽ നിന്ന് മാറി നിന്ന ആൾക്കാരൊക്കെ രണ്ടാമത് അതിലേക്ക് തിരിഞ്ഞു വന്ന് പുസ്തകശാലകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം. ഇന്നാണെങ്കിലും ഒരു ചെറിയൊരു പുതിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. പുതിയ വീടുകൾ വെക്കുമ്പോൾ നമ്മൾ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇൻറ്റീരിയറുകാരെ നമ്മളെ കൊണ്ടൊരു ബുക്ക് ഷെൽഫും കൂടി ഉണ്ടാക്കിപ്പിക്കും. അതിലൊരു 5,000-8,000 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് അടുക്കി വയ്ക്കും. പക്ഷെ അത് എപ്പോഴെങ്കിലും വായിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ വായനയുടെ ലോകത്തേക്ക് നമ്മളെല്ലാവരും രണ്ടാമതും എത്തിപ്പെടട്ടെ. വായന നമ്മുടെ ജീവിതത്തിന് ഊർജം പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.